പിടിച്ചോളൂ. നമ്മൾ ഓർക്കുന്നു മാത്രം ഇന്ന് ഓർമ്മിക്കുന്നത് അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും ഇടപെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഞങ്ങൾ അറിയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഞങ്ങളുടെ നടപടികളിൽ വരുമ്പോൾ ഒരു വാണിംഗമായി എന്തെങ്കിലും ഒരു സിഗ്നൽ കാണിച്ചു തരുന്ന രീതിയിൽ ഞങ്ങൾ തെറ്റുകുറ്റങ്ങളൊന്നും കൂടാതെ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നടത്തുന്ന ഈ പരിപാടി വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യാൻ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇടയിൽ എവിടെയെങ്കിലും വല്ല തെറ്റോ കുറ്റോ അറിയാതെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് പൊറുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നല്ലത് മാത്രമേ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഉറച്ച വിശ്വാസത്തോടുകൂടി ഉറച്ച കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിക്കുന്നതിനൊപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ സഹായവും സഹകരണവും സാമീപ്യവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കടമയിലേക്ക് ഇറങ്ങട്ടെ. പുരസ്കാരം ഇന്നിവിടെ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ട്രസ്റ്റ് മുഖാന്തരം അത് നമുക്ക് ഏറ്റവും പ്രിയങ്കനായ എല്ലാവർക്കും അറിയപ്പെടുന്ന, നാട്ടിൽ നിന്ന് മാത്രമല്ല എല്ലാവരുടെയും അറിയപ്പെടുന്ന ബെല്ലാമേട്ടൻ എന്ന് എനിക്ക് അധികാരത്തോടുകൂടി എനിക്ക് പറയാം. കാരണം എൻ്റെ അളിയൻ്റെ ചേട്ടൻ കൂടിയാണ് ബെല്ലാമേട്ടൻ. കലാമണ്ഡലം ബെല്ലാം എന്ന് പറയുമ്പോൾ ഇന്ന് മേളങ്ങളിൽ പുതിയൊരു മേളം കൂടി കണ്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് പലതിലും ആ പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനാണ് നമ്മൾ ഈ വർഷത്തെ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രസ്റ്റിലെ എല്ലാവരെയും അനുവാദത്തോടുകൂടി അദ്ദേഹത്തിന് ഈ വർഷം ആ ട്രസ്റ്റിലെ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചു. പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലൂടെ നമ്മളെ എട്ടാമത്തേതാണ് എൻ്റെ ഊഴം വന്നിരിക്കുന്നത്. 7 അനുസ്മരണ ചടങ്ങുകളിൽ ഞാൻ പങ്കുകൊണ്ടിട്ടില്ല എന്നൊരു വസ്തുതയാണ്. ക്ഷണിക്കാനിട്ടല്ല, ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് വരാതിരിക്കാൻ കഴിഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമേ ഈ ട്രസ്റ്റിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു. പിന്നെ മാധവാര്യരെ അനുസ്മരിക്കാൻ എൻ്റെ പേര് വിളിച്ച് പ്രഭാകരൻ നായർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചു കാണും ഇതൊക്കെ എന്തോ ഒരു വലിയ സംഭവമാണ് ഇയാളെന്ന്. ഒന്നുമല്ല. എൻ്റെ ബാല്യം മുതൽ അടുത്തറിഞ്ഞിൻ്റെ ഒരു സുഹൃത്തും കനിഷ്ഠ സഹോദരനും എൻ്റെ ഉപദേശകനുമൊക്കെ ആയി ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു എന്ന് ശരിയാണ്. പക്ഷേ എന്നേക്കാൾ അടുത്തറിയുന്ന ആളുകൾ വേദിയിലും സദസ്സിലുമായി ഇവിടെയുണ്ട്. അവർക്ക് സർവ്വതാ യോഗ്യരാണ് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ. പക്ഷേ എൻ്റെ ഊഴമായതുകൊണ്ട് ഞാൻ അനുസ്മരണ ചടങ്ങ് പ്രഭാഷണം മുഖേനയോ
പ്രസംഗ രൂപയോ എനിക്ക് അവതരിക്കാൻ അറിയില്ല. ഇപ്പം തന്നെ എൻ്റെ കയ്യുകാലം കുറയ്ക്കുന്നത്, കൈ എവിടെ വെക്കണമെന്ന് അറിയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ നിങ്ങളോട് സംവദിക്കുകയാണ്, സാധാരണ രീതിയിൽ സംസാരിക്കുകയാണ്. എൻ്റെ അനുഭവങ്ങൾ അത് എൻ്റേത് മാത്രമാണ് മാധവാര്യയെക്കുറിച്ചുള്ളത്. മറ്റുള്ളവരുമായി അത് താരതമ്യപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും സാന്നിധ്യമോ അല്ലെങ്കിൽ സാമീപ്യമോ തോന്നിയാൽ, അതിലെന്തെങ്കിലും ഒരു പോരായ്മ തോന്നിയാൽ സഹോദരയായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ എൻ്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥി കാലത്തിലാണ് ഞാൻ മാധവാര്യരെ ആദ്യമായി കാണുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രദേശം ഇങ്ങനെ അല്ലാതിരുന്ന ഒരു കുഗ്രാമത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയൊരു അമ്പലം, ഒരു ചെറിയൊരു വീട്. മാധവാര്യർ എന്ന സുന്ദരനായ രൂപൻ അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ അക്ഷശഗാത്രത, ഒരു സുമുഖം തന്നെയായിരുന്നു അദ്ദേഹം. ചുരുണ്ട മുടിയും നെറ്റിയിലെ കുറിയും ആ ഉയരവും എല്ലാം. സംസാരിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും കണ്ടിട്ടുണ്ട്, അച്യുതവാര്യർ. കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. 6 അടി പൊക്കം, അതിനൊത്തക്ക വണ്ണം, പിന്നെ കളഭക്കുടി, തൊടുകുടി, നീണ്ട തൊടുകുടി, ചന്ദനക്കുടി, അത് നടുവിൽ സിന്ദൂരപ്പൊട്ട്, ചെരിച്ചു കെട്ടിയ കുടുമ, അല്പം കുടവേര്, അരയിലൊരു വലിയ താക്കോൽ കൂട്ടം. ഇതാണ് എൻ്റെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കാണുന്ന എൻ്റെ ഗ്രൂപ്പ്. എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രവും ഈ പ്രദേശവും നമ്മുടെ ഇവിടെ ആദരണീയനായ ശ്രീ രാജകുമാരൻ സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബ തറവാളായ മണ്ണൂർ നായർ വീട്ടുകാരുടേതായിരുന്നു ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ക്ഷേത്രം. അതിലൊരു കാര്യസ്ഥനായിരിക്കാം ഒരുപക്ഷെ മാധവാര്യരുടെ അച്ഛൻ. കൂടാതെ വേറൊരു കാര്യസ്ഥനും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു കുന്നത്താട്ട് ഗോവിന്ദൻ നായർ. അദ്ദേഹത്തെ ഞാൻ ഈ താക്കോൽ കൂട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും മണ്ണൂർ തറവാട്ടുകാരുടെ ഈ ഭാഗത്തെ ഭൂനികുതി മിച്ചവാരം എന്നിവ പിടിക്കാൻ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഞാൻ ഇപ്പോൾ അന്നല്ല, കുറച്ചു കാലം ആലോചിച്ച് കഴിയുമ്പോൾ ഇവർ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.